ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം സ്കിപ്പ് ചെയ്താൽ നിങ്ങളല്ലേ. അതെ, ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണണം. ഇത് നമ്മുടെ ചാനലിനെ പറ്റിയുള്ള ഒരു അവലോകനമാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിവ് അവേ അനൗൺസ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇപ്പം പോയി കാണാം, ഇവിടെ ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നു, ചേട്ടാ ഈ ക്രൈറ്റീരിയയിലുള്ള പോലെ ഞാൻ നിങ്ങൾ 2 ഇൻസ്റ്റാ ഐ ഡിയും ഫോളോ ചെയ്യണം, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് കിട്ടായിരുന്നു എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ സിമ്പിളായിട്ട് ഇത്ര ഉള്ള കാര്യം, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് പിക്കർ വഴി ഒരു കമൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് നമുക്ക് അതിനകത്ത് ഒരു കമൻറ്റാണ് ലഭിച്ചത്. അപ്പോൾ ആ കമൻറ്റിലൊരു മേരി ക്രിസ്മസ് ആയിരുന്നു തോന്നുന്നു ആ ഒരു കമൻറ്റ്. പക്ഷേ സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ ഈ ജോയൽ VP എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഇൻസ്റ്റ ID എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രീക്ക് പേരായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സെർച്ച് ചെയ്തപ്പോൾ അത് കിട്ടിയില്ല. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് ഉറപ്പ് പറയാണ്, നമ്മുടെ ആപ്പ് ക്രാക്കേഴ്സിൻ്റെ ഫസ്റ്റ് ഗിവ് അവേയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് വിന്നറാണ് ജോയൽ VP. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയ്ക്ക് കിടക്കാം. ആപ്പ് ക്രാക്കേഴ്സ് സ്ഥാപിതമായത് ഒക്ടോബർ 27, 2020. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഫോണിൽ ഈ സിമ്പിളായിട്ട് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അതിനുശേഷമാണ് ഈ എക്സെൻഡറൊക്കെ ബാൻ ചെയ്ത ഒരു സമയം വന്നത്. അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു നിയർ ബൈ ഷെയർ എന്നൊരു സാധനം കൊണ്ടുവന്നു. അത് ലോക്കൽ ഏരിയയിൽ വൻ വിജയമായിരുന്നു. പിന്നെ കുറച്ച് വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് എങ്ങനെ നിങ്ങളുടെ ഫോണുകൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് നമ്മൾ പഠിപ്പിച്ചു. അപ്പോഴാണ് ഈ ശസം, റെമിനി, അലൈറ്റ് മോഷൻ ഇങ്ങനെ കുറച്ച് ആപ്പുകൾ വഴി നമ്മുടെ ഫോണിൽ കൂടെ നമുക്ക് സിമ്പിളായിട്ട് കുറേ യൂസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത്. അപ്പോൾ നമ്മളോട് കുറച്ച് പേര് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് PSC എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന്, ഫോണിൽ കൂടെ രജിസ്റ്റർ ചെയ്യാമെന്ന് നമ്മൾ പഠിപ്പിച്ചു. അങ്ങനെ വീഡിയോ ചെയ്ത് കയറി വരുന്ന സമയത്താണ് IPL ISL ഒക്കെ വന്നത്. അപ്പോൾ നമുക്ക് കാണികൾക്ക് വേണ്ടിയിട്ട് തോപ്പ് ടീം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി ഇൻസ്റ്റാഗ്രാമിൽ നല്ല അടിപൊളി കളർ സ്റ്റോറീസും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാൻവ, മോജോ അങ്ങനത്തെ നല്ല ആപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈ ഓൺലൈൻ ക്ലാസ് ആയിട്ട് നോട്ട് ചെയ്ത് മടുത്ത പിള്ളേർക്ക് വേണ്ടി നമ്മൾ ഒരു കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ തീർന്നു. അതായത് നമ്മുടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച കണ്ടന്റ് തീർന്നു. അപ്പോൾ ഇനി എങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്യും, എന്ത് നിങ്ങളിലേക്ക് എത്തിക്കും, നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണം, അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ടിപ്പ് സീരീസ് എന്ന് പറയുന്ന ഒരു ആശീർവദിച്ചത്. ടിപ്പ് സീരീസ് എന്ന് പറയത്രേ ഉള്ളൂ, ഡെയിലി നിങ്ങൾക്ക് ഓരോ ടിപ്പ്. അതായത് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഈ ഫോണിൽ നിങ്ങൾക്കറിയാവുന്നതും ഞങ്ങൾക്കറിയാവുന്നതും ഇനി ഞങ്ങൾക്കറിയാത്തതും നിങ്ങൾക്കറിയാത്തതുമായ സാധനങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചതുമായ ആ ഒരു ടിപ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക. അതായത് ഒരു ദിവസം ഒരു 30 സെക്കൻഡ് കൂടിപ്പോയാൽ 1 മിനിറ്റ്, ആ ഒരു 1 മിനിറ്റിൻ്റെ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക. അതായിരുന്നു ടിപ്പ് സീരീസ്. പക്ഷേ എന്തായാലും നമ്മൾ ആപ്പിൻ്റെ കാര്യം മറക്കാറില്ല, ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നമ്മൾ ആപ്പിനെ പറ്റി ഇടാറുണ്ട്. അപ്പോഴാണ് ഫ്രണ്ട്സ് അതുണ്ടായത്, നമ്മുടെ കുറച്ച് ഫയൽസ് ഡിലീറ്റ് ആയിപ്പോയി. അതായത് നമ്മുടെ വീഡിയോസ്, നമ്മുടെ ഫോട്ടോസ്, നമ്മളെടുത്ത ഓരോ സ്ഥലത്ത് പോയതിൻ്റെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ ഇതൊക്കെ റിക്കവർ ചെയ്ത് എങ്ങനെ എടുക്കാം നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സിമ്പിൾ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ ഫയൽസൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതേ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഒരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിച്ചു. അതായിരുന്നു ഡിസ്ക് ഡിഗർ. അതിനുശേഷം നമ്മളും സബ്സ്ക്രൈബേഴ്സും കൂടി ഒന്നുകൂടി ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സാമ്പിൾ ഗിവ് നടത്തി കുറച്ച് പ്രീസെറ്റ് ലൈറ്റ് റൂമിൽ. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ ഇത് നമ്മുടെ കുറച്ച് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരമായിരുന്നു. അതായത് സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ച ആ ഒരു കണ്ടന്റ് നമ്മൾ വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കായിരുന്നു. അതിൽ നമ്മൾ ഒന്നാമത് ചെയ്തതാണ് വാട്സപ്പ് ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ്. പിന്നെ ഇത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പ് വാൾസ് എന്ന് പറഞ്ഞൊരു വാൾപേപ്പർ ആപ്പാണ്. ഇത് രണ്ടും നമ്മുടെ ഓരോ സബ്സ്ക്രൈബർ ചോദിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 2 വ്യൂ മാത്രം നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്ത 2 വീഡിയോസാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഡിസംബർ എത്തി, ക്രിസ്മസ് എത്തി. അപ്പോൾ ക്രിസ്മസിന് നമ്മൾ മോഡേൺ ക്ലോത്തിങ് മുന്നോട്ട് ചേർന്ന് നടത്തിയ ഗിവ് അവയുടെ റിസൾട്ടാണ് ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോയിലുള്ളതും ഇന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ആപ്പ് ചാനലിനെ പറ്റി പറയാനുള്ളതും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആപ്പ് ക്രാക്കേഴ്സ് എന്ന ചാനൽ. ഈ ചാനലിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പറയുക, നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യാൻ പറയാം. അപ്പോൾ പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സും ട്രിക്സും അതായത് ഈ ടെക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയെങ്കിൽ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ നമ്മുടെ കമൻറ്റ് ബോക്സിലോ നമ്മൾ അറിയിക്കുക. നമ്മളതൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ആക്കി കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയ്യേണ്ടത് എനിക്കൊരു പിടുത്തില്ല. പിള്ളേർക്കൊരു ടാഗിങ് അറിയില്ല. ക്യാമറമാൻ്റെ തീരെ രോദനാണിത്. ഇങ്ങനെ ക്യാമറ എടുത്ത് അല്ല വീഡിയോ എടുത്ത് അതിനെ വീഡിയോ എടുത്ത് ഞാനങ്ങനെ നിരാതിര
ചത്തുവാണെങ്കിൽ ഇതിന് കാരണം ഇത് ആയിരിക്കണം രണ്ടുപേരാണ് നിജോനും ഋഷിയും ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് കാരണം സോറി ഗൈസ്, പേര് ഞാനിവിടെ എഴുതിയാണ്.